ജയരാജ് കൈമൾ. തീഹാർ ജയിലിലേക്ക് പോയ മുഖ്യമന്ത്രിയായല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അമരക്കാരനായാണ് 50 ദിവസത്തിന് ശേഷം കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കേജ്രിവാളിന്റെ വരവോടുകൂടി ഇന്ത്യ മുന്നണി വലിയ കരുത്താർജിച്ചുവെന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നുമൊക്കെയാണ് പറയുന്നത്. ശരിക്കും അത്രയ്ക്കും മാസായിട്ടാണോ കേജ്രിവാളിന്റെ വരവ്? നമുക്കൊരു അഴിമതിക്കാരനായ ഒരു ഭരണാധികാരിയാണ് ജയിലിലേക്ക് പോയത്. വളരെ വിചിത്രമായ ചില ജാമ്യ വ്യവസ്ഥകളോടുകൂടി അദ്ദേഹത്തിന് ഈ പറഞ്ഞൊരു ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം കിട്ടുകയും ചെയ്തു. നോക്കൂ, കേജ്രിവാളിൻ്റെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ കേജ്രിവാളിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതൊന്ന് നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. നോക്കൂ, അഴിമതിക്കെതിരെ യുദ്ധമുഖം തീർത്ത് ഒരു കുരിശുദ്ധം പ്രഖ്യാപിച്ചാണ് ആം ആദ്മി പാർട്ടി ഭരണത്തിലേറിയത്. നമുക്കെല്ലാവർക്കും അറിയാം. 10 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ദേശീയ കൺവീനർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 16ഓളം ആപ്പ് നേതാക്കൾ നിലവിൽ ജയിലിലും ബെയിലിലുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞ ഒരു 10-12 കൊല്ലം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയേറെ നേതാക്കളെ, ഏകദേശം 16ഓളം അതിൻ്റെ നേതാക്കളെ ജയിലിലേക്ക്, അതും അഴിമതി കേസുകളിലാണ്. നമ്മൾ നോക്കണം, ആപ്പിൻ്റെ തുടക്കം തന്നെ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ജയിലിലും ബെയിലിലുമായിട്ടുള്ളത് നോക്കൂ. അരവിന്ദ് കെജ്രിവാൾ, അവരുടെ നാഷണൽ കൺവീനർ തന്നെ, ദേശീയ കൺവീനർ തന്നെയുണ്ട്. മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. സത്യേന്ദ്ര ജെയിനുണ്ട്, അമാനത്തുള്ള ഖാനുണ്ട്, സോമനാഥ് ഭാരതിയുണ്ട്, വിജയ് സിംഗ്ലയുണ്ട്, താഹിർ ഹുസൈനുണ്ട്, സഞ്ജയ് സിംഗ് ഉണ്ട്, സന്ദീപ് കുമാറുണ്ട്, നരേഷ് യാദവ് ഉണ്ട്, അഖിലേഷ് പതി ത്രിപാഠിയുണ്ട്, മനോജ് കുമാറുണ്ട്, ശരത് ചൗഹാനുണ്ട്, ജിതേന്ദ്ര സിംഗ് തോമറുണ്ട്, ദിനേശ് മൊഹാനിയുണ്ട്. അപ്പോൾ ഇത്രയും നേതാക്കൾ ജയിലിലേക്ക് പോയത് എങ്ങനെയാണ് എന്നുകൂടി ആപ്പ് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു അഴിമതി കേസിൽപ്പെട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ, ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക, അഴിമതി പാർട്ടിയായി കഴിഞ്ഞൊരു 12 കൊല്ലം കൊണ്ട് ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പേരുകൾ നിങ്ങളൊന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, അരവിന്ദ് കെജ്രിവാളിന് കൊടുത്തിരിക്കുന്ന ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത്, കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത്, അതൊന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ആ 8 പേജുള്ള വിധി, ഇൻ്ററിം ബെയിലിൻ്റെ വിധി നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ, ദേശീയ കൺവീനർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കോടതി എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ പറയുന്ന ഇടക്കാല ജാമ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു ക്ലീൻ ചിറ്റ് അല്ല നൽകിയിരിക്കുന്നത്, ഡൽഹി മുഖ്യമന്ത്രിക്കും അല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് തങ്ങൾ കടക്കുന്നില്ല എന്ന് ആ വിധി പ്രസ്താവത്തിൽ തന്നെ വളരെ കൃത്യമായി ആര് പറഞ്ഞു വെക്കുന്നു? കോടതി പറഞ്ഞു വെക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഡിയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇടക്കാല ജാമ്യവിധിയിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ. നോക്കൂ, വളരെ വിചിത്രമായ ജാമ്യവ്യവസ്ഥകളും നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധിയെ തുടർന്ന് നിങ്ങൾക്കതും കാണാൻ സാധിക്കും. എന്താ പറയുന്നത്? അതിലെ പാരഗ്രാഫ് 15, ആ വിധിയിലെ പാരഗ്രാഫ് 15 നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അരവിന്ദ് കെജ്രിവാൾ 2023 ഒക്ടോബർ മുതൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയ 9 സമൻസുകൾ, 9 നോട്ടീസുകൾക്ക് മറുപടി നൽകാതിരിക്കുകയും അത് അവഗണിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ടായി. ഇത് അദ്ദേഹത്തിന് എന്താ പറയുക, അനുകൂലമായൊരു കാര്യമല്ല. അദ്ദേഹം ഇഡിയുടെ മുന്നിൽ ഹാജരായില്ല. ഇതൊരു നെഗറ്റീവ് ഫാക്ടറാണ് എന്ന് ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ പാര 18ഉം 19ഉം ആ വിധിയുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യവ്യവസ്ഥകളിലെ എന്തൊക്കെയാണ് ജാമ്യവ്യവസ്ഥകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 50,000 രൂപയുടെ ബോണ്ടും ജാമ്യക്കാരും വേണം എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡൽഹി സെക്രട്ടേറിയറ്റിലും അരവിന്ദ് കെജ്രിവാൾ കടക്കാൻ പാടില്ല എന്ന് പറയുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമുള്ള ഫയലുകളല്ലാതെ മറ്റൊരു ഫയലുകളിലും ഒപ്പുവെക്കരുത് എന്ന് പറയുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസിനെ പറ്റി ഒരു പരാമർശവും നടത്തരുത് എന്ന് കോടതി അദ്ദേഹത്തോട് പറയുന്നു. തീർന്നില്ല, കേസുകളിലെ സാക്ഷികളുമായോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളോ കാണാനോ പരിശോധിക്കാനോ അദ്ദേഹത്തിന് അധികാരമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇടക്കാല ജാമ്യവ്യവസ്ഥകൾ നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ കയറാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇഡിയുടെ ആരോപണം
ശരിവെക്കുന്നതാണ്. 100% ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത് അത് ശരിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് തുല്യമാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണിക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുമ്പോൾ ശക്തി കൂടുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് കേവലം 22 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ലോക്സഭയുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 543 അതിൽ 22 എന്ന് പറയുമ്പോൾ കേവലം 4% താഴെ മാത്രം സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന 18ാമത് ലോക്സഭയുടെ വിധി നിർണ്ണയിക്കാനാകുക? എങ്ങനെയാണ് അവർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റിവിടുക എന്നുള്ളത് സാമാന്യ യുക്തിയുള്ള ആർക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രഭാവമുള്ള സമയത്ത്, അദ്ദേഹം 2014 നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അതിൽ കൂടുതലായിരുന്നു എന്നുള്ള വസ്തുത കൂടെ നാം മനസ്സിലാക്കണം. പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ ഈ പറയുന്നത് പോലെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആ മുന്നണിയുടെ തുടക്കത്തിൽ ആ മുന്നണി എവിടെയാണ് രൂപം കൊണ്ടത് എന്ന് നമുക്കറിയാം. അത് ബീഹാറിലായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് നിതീഷ് കുമാർ ആയിരുന്നു. ഇന്ന് നിതീഷ് കുമാർ ആ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടോ? അന്നവർ പറഞ്ഞത് നിതീഷ് ആയിരിക്കും ഈ മുന്നണിയെ നയിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നിതീഷ് അതിൻ്റെ ഭാഗമല്ല, നിതീഷ് കുമാറിൻ്റെ JDU അതിൻ്റെ ഭാഗമല്ല. നോക്കൂ, അതിനുശേഷം അവർ പറഞ്ഞത് കോൺഗ്രസ് വളരെ കരുത്തുറ്റ് ഈ പറയുന്ന മുന്നണിക്ക് നേതൃത്വം നൽകും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതിനോട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മുന്നണിയുടെ മുഖമായി മാറുന്നതിനോട് അരവിന്ദ് കെജ്രിവാളിന് എതിർപ്പുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ആം ആദ്മി പാർട്ടിക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മുന്നണി, ഞാൻ പറയുന്നത് പോലെ അതൊരു ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന മുന്നണിയാണ്. അവർക്കിപ്പോൾ കിട്ടിയ, താൽക്കാലികമായി അവർക്ക് കിട്ടിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്ക് കാണാം, ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് ഡൽഹിയിലെ തന്നെ 7 ലോക്സഭാ സീറ്റുകളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്, 2019 തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്, 2014 തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ എഫക്റ്റ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ എഫക്റ്റ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത് മാധ്യമങ്ങൾ ഒരു ഒരു പുകമറ സൃഷ്ടിക്കാൻ, വസ്തുത അതല്ല എന്നിരിക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനപ്പുറം ഒന്നുമില്ല. ഡൽഹിയിലും പഞ്ചാബിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇന്ത്യയിലെ ജനവിധിയെയോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഗതിവിധിയെയോ സ്വാധീനിക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല എന്നുള്ളത് ജൂൺ 4 റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വാദഗതികൾ 2019 2014 കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ വേറൊരു സംസ്ഥാനത്തും അത് സംഭവിച്ചിട്ടില്ല, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും അരവിന്ദ് കെജ്രിവാൾ വന്നു കഴിഞ്ഞാൽ മോദിക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണ്, മോദിക്ക് ഈ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ അല്ലെങ്കിൽ ഉത്തരഭാരതത്തിൽ അടിപതറുന്നു, BJP പിന്നാക്കം പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി. പക്ഷേ റിസൾട്ട് വരുന്നത് വരെ ഈ പ്രചരണങ്ങൾക്ക് ആയുസുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമായി ഞാൻ കാണുന്നത് മറ്റൊന്നുമല്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന അദ്ദേഹത്തിനുള്ള ഒരു രക്തസാക്ഷി പരിവേഷവും, അതുപോലെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ BJPയെ ഞങ്ങൾ പിടിച്ചു കെട്ടുമായിരുന്നു എന്നുള്ള ഒരു അവരുടെ ഒരു നറേറ്റീവും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം. അത് തൽക്കാലത്തേക്ക് അവസാനിച്ച് കിട്ടി. എന്താണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നമുക്ക് ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 400 സീറ്റുകളുമായി വീണ്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ 3ാമതും അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.